സുഹൃത്തുക്കളെ, ക്രിയേറ്റീവ് അസ്മാബിയൻസ് അവതരിപ്പിക്കുന്ന മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലൂടെയുള്ള യാത്രയാണ് കവന കൗമുദി. 10 അധ്യായങ്ങൾ പിന്നിട്ട കവന കൗമുദിയുടെ 11ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ആശങ്കകളോടെ ആരംഭിച്ച ഈ പരിപാടി ഇന്ന് 11ാം അധ്യായം പൂർത്തിയാകുമ്പോൾ ഏറ്റവും ജനപ്രിയ പരിപാടിയായി മാറിക്കഴിഞ്ഞു. ഈ പരിപാടിക്ക് പിന്നിൽ പണിയെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. കുമാരനാശാന്റെ സ്നേഹസങ്കല്പം എന്ന ശീർഷകത്തിൻ കീഴിൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കടമ. സ്നേഹപ്രഖ്യാപനങ്ങളിലൂടെ വിപ്ലവം സൃഷ്ടിക്കുകയും വിപ്ലവാശയങ്ങളിലൂടെ സ്നേഹഗാഥകൾ തീർക്കുകയും ചെയ്ത കുമാരനാശാനെക്കുറിച്ച് ഇവിടെ പ്രഭാഷകർ സവിസ്തരം ഇതിനകം പ്രതിപാദിച്ചു കഴിഞ്ഞതിനാൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആശാൻ തൻ്റെ കാവ്യങ്ങളിലൂടെ സൃഷ്ടിച്ച സ്നേഹമണ്ഡലം ഏകമുഖമായ പ്രണയത്തിൽ നിന്ന് ഉദ്ഭൂതമായ കേവല വികാരമണ്ഡലം ആയിരുന്നില്ല എന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ആശാന്റെ ഓരോ ഖണ്ഡകാവ്യവും പ്രഖ്യാപിക്കുന്നു. പ്രണയസിക്തമായ വികാരങ്ങൾ വളർന്ന് അനശ്വര സ്നേഹത്തിൽ മേഖലകൾ പോകുന്ന അനവദ്യ സങ്കല്പം ആശാൻ ഓരോന്നിലും സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചത് ഗ്രൂപ്പിൻ്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗവും ഗായകനും നാടക കലാകാരനും സർവോപരി സുസ്മേരവദനുമായ പ്രിയപ്പെട്ട നിസാർ ആലുവയാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. കവനകൗമുദിയുടെ ഇന്നത്തെ അധ്യായത്തിൽ ആശാന്റെ സ്നേഹസങ്കല്പം എന്ന വിഷയത്തെ അധികരിച്ച് മുഖ്യ പ്രഭാഷണം നടത്തിയത് മണപ്പുറത്തിൻ്റെ പ്രിയ കവിയായ സെബാസ്റ്റ്യൻ ആണ്. ആധുനികോത്തര മലയാള കവിതയുടെ വക്താവായ സെബാസ്റ്റ്യന് കവനകൗമുദി ടീമിൻ്റെ പേരിലുള്ള നന്ദി ആദരപൂർവ്വം അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ച ബഷീർ കടമ്പോട്ട്, സെമീന ഗോപക് എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആശാന്റെ വീണപ്പൂ എന്ന ഖണ്ഡകാവ്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയ കവനകൗമുദിയുടെ മുഖ്യ സംഘാടകനായ റഷീദ് ഓദിക്കൻ, നളിനി കാവ്യത്തെക്കുറിച്ച് സംസാരിച്ച ഗ്രൂപ്പിൻ്റെ എല്ലാ പരിപാടികളിലും മുൻപന്തിയിലുള്ള സച്ചിത്, ലീലാകാവ്യത്തെക്കുറിച്ച് സംസാരിച്ച അധ്യാപിക കൂടിയായ സ്മിത തിലക്, ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തെക്കുറിച്ച് ആധികാരിക പ്രഭാഷണം നടത്തിയ അധ്യാപകയും ഗ്രൂപ്പിലെ മുതിർന്ന അംഗവുമായ പ്രീതി ടീച്ചർ എന്നിവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് സാംസ്കാരിക പ്രവർത്തകയും പുരോഗമന ചിന്താഗതിക്കാരിയും ആതുര സേവന രംഗത്തും സോഷ്യൽ വർക്കിലും പ്രവർത്തിച്ചിരുന്ന ലളിത ആണ്. അവതരണത്തിൽ തനത് ശൈലിയിലൂടെ കേൾവിക്കാരുടെ ഹൃദയം കവർന്ന ലളിതയ്ക്ക് കവനകൗമുദി ടീമിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് കൺവീനർ നവാസ്ക, പ്രോഗ്രാം കോർഡിനേറ്റർ ഭാഗ്യരത്നം, കവനകൗമുദി ടീം അംഗങ്ങളായ അജിത്, റഷീദ് ഓദിക്കൻ, പ്രീതി ടീച്ചർ, നമുക്ക് വേണ്ടി മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രചരണത്തിൽ സഹായിച്ച പ്രസാദ് മുനമ്പം, നമുക്ക് സ്വാഗതം ആശംസിച്ച ഗ്രൂപ്പ് അഡ്മിൻ കൂടിയായ സീനത്ത്, ആശാന്റെ വിവിധ കവിതകൾ ആലപിച്ച ഗ്രൂപ്പിലെ കൂട്ടുകാർ, ഈ പരിപാടി കണ്ടും കേട്ടും ജനപ്രിയമാക്കിയ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.